ഈ പ്രഭാതത്തിൽ ഉറക്കമുണരുവാൻ നമ്മെ സഹായിച്ച വല്ലവനുള്ള ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പ്രഭാത വന്ദനം. ഇന്നത്തേക്കുള്ള വായനാഭാഗം ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 20 മുതൽ 23 വരെയുള്ള അധ്യായങ്ങൾ. ധ്യാനവേദഭാഗം ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 22-ാം അധ്യായം 13-ാം വാക്യം. രാജാവായ ദാവീദിന്റെ ജീവിതത്തിലെ വിജയങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചില പിഴവുകൾ, രാജാവ് ദൈവാലയത്തിന് പണിക്കായി നടത്തിയ ഒരുക്കങ്ങൾ തുടങ്ങിയവയാണ് പ്രധാനമായും ഇന്നത്തെ വായനാ ഭാഗത്ത് കാണുന്നത്. ജീവിതമാകുന്ന യാത്രയിൽ വിജയങ്ങൾ മാത്രം ആഘോഷിക്കുമ്പോഴും ആത്മീയമായ ജാഗ്രത എത്രത്തോളം ആവശ്യമാണെന്നും ഇന്നത്തെ വായനാ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ ഭാഗത്തു നിന്നും ചില ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, തെറ്റുകൾ തിരിച്ചറിയുകയും മടങ്ങി വരികയും ചെയ്യുക. ദാവീദ് രാജാവ് ഇസ്രയേലിൽ ജനസംഖ്യ എടുത്തതായി ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 21-ാം അധ്യായത്തിൽ നാം കാണുന്നു. ദൈവത്താലല്ല, മറിച്ച് തൻ്റെ സ്വന്തം സൈനിക ബലത്താലാണ് താൻ ജീവിക്കുന്നതെന്നും അതാണ് തൻ്റെ വിജയമെന്നും ഒരു നിമിഷം ചിന്തിച്ച് പോകുന്നു. ഇത് സാത്താൻ്റെ ഒരു വലിയ തന്ത്രമായിരുന്നു. ദൈവത്തിൻ്റെ അപരിമേയമായ കൃപയിൽ ആശ്രയിക്കാതെ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചു പോകുന്നു. ഇത്തരത്തിൽ ദൈവം വിജയം നൽകുമ്പോൾ നാം അഭിമാനികളായി തീരാൻ സാധ്യതയുണ്ട്. ഇവിടെ ദാവീദിനൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നു. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: ദാവീദ് ദൈവത്തോട്, ഈ കാര്യം ചെയ്തതിനാൽ ഞാൻ മഹാപാപം ചെയ്തിരിക്കുന്നു. എന്നാൽ അടിയൻ്റെ അകൃത്യം ക്ഷമിക്കണമേ, ഞാൻ വലിയ ദോഷം ചെയ്തു പോയി എന്ന് പറഞ്ഞു. താൻ ചെയ്തത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ദാവീദ് ദൈവത്തോട് ക്ഷമ ചോദിക്കുന്നു. താൻ വലിയ പാപം ചെയ്തു പോയി എന്നും ദൈവത്തോട് ഏറ്റുപറയുവാനുള്ളൊരു മനസ്സ് ദാവീദിനുണ്ടായി. അത് ദാവീദിനെ ദൈവസന്നിധിയിൽ വലിയവനാക്കി. രണ്ടാമതായിട്ട്, ശുശ്രൂഷയ്ക്കായി പുതിയ തലമുറയെ രൂപപ്പെടുത്തുക. ദാവീദ് തൻ്റെ മകനായ ശലോമോനെ ആത്മീയമായി പ്രോത്സാഹിപ്പിക്കുകയും ശുശ്രൂഷകൾക്കായി ഒരുക്കുകയും ദൈവിക വഴിയിൽ തന്നെ നടക്കുവാൻ ഉപദേശിക്കുകയും ചെയ്യുന്നു. തനിക്ക് ദേവാലയം പണിയുവാൻ സാധ്യമല്ല എന്ന് ദാവീദിന് അറിയാമായിരുന്നു. എന്നിട്ടും തൻ്റെ മകൻ ആ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുവാനുള്ള സാധ്യതകളെല്ലാം ഒരുക്കി നൽകുന്നു. ഇവിടെ ദാവീദിൻ്റെ സ്വാർത്ഥതയല്ല, നിസ്വാർത്ഥതയാണ് നാം കാണുന്നത്. സ്വന്തം പേരിൽ നടക്കില്ലെന്നറിഞ്ഞിട്ടും അടുത്ത തലമുറയ്ക്കായി വിഭവങ്ങൾ ശേഖരിക്കുന്നു. ഇത് നമുക്ക് അനുകരിക്കുവാൻ സാധ്യമായൊരു മാതൃകയാണ്. മാത്രവുമല്ല, തൻ്റെ മകനോട് പിതാവ് പറയുന്നത്, നീ കൃതാർത്ഥനാകും, ധൈര്യപ്പെട്ട് ഉറച്ചിരിക്കുക, ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്നാണ്. 22-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. ഉത്തരവാദിത്വങ്ങളിൽ നമ്മളിൽ മാത്രം അവസാനിപ്പിക്കാതെ അടുത്ത തലമുറയെ അതിനായി സജ്ജരാക്കുക. അങ്ങനെ വരും തലമുറയ്ക്കായി നല്ലൊരു ആത്മീയ അടിത്തറ പകരുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നല്ല പ്രഭാതത്തിനായിട്ട് നന്ദി കരയറ്റുന്നു. ഞങ്ങൾക്ക് ഇന്ന് കേൾപ്പിച്ച തിരുവചനം പോലെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് അങ്ങയുടെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് നൽകണമേ. തെറ്റിലകപ്പെടാതെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സാത്താൻ്റെ എല്ലാ തന്ത്രങ്ങളെയും തകർത്തെറിയുവാനുള്ള ദൈവിക കൃപ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകണമേ. ഞങ്ങളുടെ തലമുറയെ അവിടുത്തെ ശുശ്രൂഷയ്ക്കായി ഒരുക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. വഴിതെറ്റിപ്പോകുന്ന ഒരു തലമുറയാണ് ഇന്നുള്ളത്. എന്നാൽ എൻ്റെ ദൈവമേ, അങ്ങയ്ക്ക് വേണ്ടി ശക്തമായി പോരാടുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഏറ്റവും അനുഗ്രഹമായി തീരണമേ. അങ്ങയോട് ചേർന്ന് ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. ഒരിക്കൽ കൂടി ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങളെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപകൾക്കായി സ്തോത്രം. സകലവും യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.